ഇപ്പോൾ ബേസിക്കലി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലൊരു എയുടെ കസേരയിൽ ഇരിക്കാൻ തന്നെയാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ ബിടെക് ഹോൾഡേഴ്സിന് കയറാൻ പറ്റുന്നൊരു ഫസ്റ്റ് ബിഗസ്റ്റ് സ്റ്റേജ് ആണ് അസിസ്റ്റന്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗവൺമെന്റ് ജോബിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്, ഒരു കോവിഡ് വന്നാലും ഈ പറഞ്ഞ ഒരു റിസഷൻ വന്നാലും എന്ത് വന്നാലും ഒരു സ്റ്റേബിൾ ഇൻകം വീട്ടിലോട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ജോബിന്റെ ഫസ്റ്റ് പ്ലസ് പോയിന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെ എക്സാം ആണ് നമുക്ക് വരാൻ, എന്തൊക്കെയാണ് സാധ്യത. നമുക്കൊരു പോസ്റ്റിലോട്ട് കയറേണ്ട ആഗ്രഹം നമുക്ക് മനസ്സിലായി, എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഓരോ പോസ്റ്റിലേക്കും ഉള്ള ഏതൊക്കെ പോസ്റ്റാണെന്ന് അറിയണമല്ലോ. കൃത്യമായിട്ടൊരു സിലബസ് PSC തരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ PSC കൃത്യമായിട്ടൊരു സിലബസ് തരുന്നത് മാത്രമല്ല, അത് ഇതുപോലെ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ച് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എക്സാമിന് വരുന്നത്. എപ്പോഴും അതുകൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ട. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് ഫസ്റ്റ് 15 അടിച്ചിരിക്കണം, റാങ്ക് ഉറപ്പായിട്ടും അടിച്ചിരിക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മൾ LSGD-AEയുടെ ഒരു വെബിനാറാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ബേസിക്കലി നെക്സ്റ്റ് ഇയർ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഇയർ ആണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എക്സാം ആണ് LSGD-AE എക്സാം. കാരണം പൊതുവേ AE എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് LSGD ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ AE മാത്രമല്ല, ഏത് പോസ്റ്റ് എടുത്താലും നമുക്ക് ഏറ്റവും കൂടുതൽ ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് LSGD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഈ പറഞ്ഞ AE വരുന്നുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രേഡ് 1 വരുന്നുണ്ട്, ഗ്രേഡ് 2 വരുന്നുണ്ട്, ഈവൻ ഗ്രേഡ് 3 പോലും വരുന്നുണ്ട്. എല്ലാം നെക്സ്റ്റ് ഇയർ ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സും കൂടെ ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് അതിനു വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്ത്, കാരണം നോട്ടിഫിക്കേഷൻ നമുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ പെട്ടെന്നായിരിക്കും എക്സാം. സോ നമുക്ക് ഒരുപാട് ടൈം ഒന്നും പ്രിപ്പറേഷൻ കിട്ടത്തില്ല പിന്നീട്. അപ്പം സ്റ്റാർട്ട് ഏർലി എന്ന് പറയുന്ന ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, പണ്ടത്തെ പോലെ അല്ല ജസ്റ്റ് PYQ മാത്രം വായിച്ചിട്ട് പോയാൽ പോരാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കമിങ് എവരി വൺ. ലൈവ് ആണ്. ലൈവിന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കാണും, ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്കേജ് ഉണ്ടായാൽ വീണ്ടും ലൈവ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ അറിയണ്ട. ഓൾസോ ഇതിന്റെ റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ കോഴ്സ് ഫ്രീ ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി ഞങ്ങളെ പറ്റി അറിയായിരിക്കും. നമ്മൾ ഓൾറെഡി നിങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഇനി സ്റ്റുഡൻസ് അല്ലാത്ത ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ദിസ് ഇസ് അമേസ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഏകദേശം 2.5 വർഷമായി നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട്. യൂട്യൂബിലൂടെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ആദ്യം ഓൺലൈൻ ആയിരുന്നു, ഇപ്പം ഓഫ്ലൈൻ ഉണ്ട്. ട്രിവാൻഡ്രത്തും കൊല്ലത്തും സെന്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓഫ്ലൈൻ കൂടുതലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ കോച്ചിങ് ചെയ്യുന്നത്. ഓൺലൈനിൽ പക്ഷേ തീർച്ചയായിട്ടും ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 1 എല്ലാ തരത്തിലുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഇതുപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു. And my name is Anup Raj, and I am the Chief Educator and Managing Director of Amaze Academy. Teaching is my passion, of course. That's why I chose this job. എനിക്ക് ഇതുപോലെ ഒരുപാട് ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും എനിക്ക് ബേസിക്കലി ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. ഒരുപാട് സ്റ്റുഡൻസിനെ അതുകൊണ്ട് തന്നെ അഡ്വൈസ് കൊടുക്കുകയും ഒരുപാട് പേരെ മെന്റർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ചുറ്റുമുള്ളത്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലൈവ് വെബിനാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് പറയാനുണ്ടല്ലോ. ഞങ്ങളുടെ അച്ചീവ്മെന്റ്സ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മളൊരു ഫുൾ സിലബസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രോപ്പർ ഫുൾ റാങ്ക് ലിസ്റ്റ് കിട്ടിയത് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ AEയുടെ എക്സാം ആയിരുന്നു. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേര്, അത് മാത്രമല്ല അതിന് മുമ്പേയും അതിന് ശേഷമുള്ള ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണെങ്കിലും പിന്നെ ഗേറ്റ് എക്സാം ആണെങ്കിലും ഒരുപാട് എക്സാംസ്, ഈവൻ ESC പോലും നമ്മുടെ ബാച്ചിൽ ഇരുന്നിട്ട് ESC പ്രിലിംസ് പോലും ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. ഈവൻ കൊച്ചി മെട്രോ JE ആയിട്ട് വർക്ക് ചെയ്യുന്ന 4 വേക്കൻസിയിൽ 2 വേക്കൻസി ഫില്ല് ചെയ്തത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അങ്ങനെ ബേസിക്കലി നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അത് ചിലപ്പോൾ മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മൾ പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഏത് എക്സാമും നിങ്ങൾക്ക് ഇതിൽ നിന്ന്
ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾസോ കഴിഞ്ഞ വട്ടത്തെ LSTD ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അനന്തകൃഷ്ണൻ നമ്മുടെ വീഡിയോസ് കണ്ട് ഇവൻ നമ്മുടെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു, നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ നോട്ട്സ് നമ്മുടെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കണ്ടന്റ് അതെല്ലാം ക്യൂറേറ്റ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ LSTD ടോപ്പറാണ്, പിന്നെ PWD ഫസ്റ്റ് റാങ്ക് ശ്രാവൺ, അതുപോലെ ഇറിഗേഷൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ നവനീത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, ഒരു ടോപ്പ് 10 ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെർട്ടൈസും നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി ഭയങ്കരമാണ്. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, അമീസിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ടന്റ് ക്വാളിറ്റിയാണ് അല്ലെ. നമ്മൾ വേറെ ഒന്നിനും അവകാശവാദമില്ല, നമ്മൾ ഭയങ്കരമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനി ഒന്നും അല്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു നല്ലൊരു ചെറിയൊരു അക്കാഡമിയാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ആ കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നത് അത്രയും നല്ലതായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളൊരു 2 വർഷമായിട്ടുള്ളൂ, പക്ഷേ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത വേറെ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്, 10-15 വർഷമായിട്ടുള്ള അക്കാഡമീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് വെറും ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പെട്ടെന്ന് ഇതുപോലെ ഫേമസ് ആയി എല്ലാവരിലോട്ടും റീച്ച് ചെയ്യാൻ പറ്റിയത്. ഈവൻ യൂട്യൂബിലും 1 lakh സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ഒരു ഉയർച്ച കിട്ടിയത് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് കണ്ടന്റിലാണ്, വേറെ ഒന്നുമല്ല. പക്ക അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ ടോപ്പേഴ്സിന്റെ എല്ലാം നോട്ട്സ് കളക്ട് ചെയ്ത് നല്ലപോലെ മെറ്റീരിയൽ സെറ്റ് ചെയ്ത് നമ്മൾ സ്റ്റുഡൻസിനെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിൽ പഠിപ്പിക്കുന്ന കണ്ടന്റ് നല്ല ക്വാളിറ്റിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു ഇരുന്നൊരു സ്റ്റുഡന്റ് ESC പ്രിലിംസ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ESC എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. അപ്പൊ നമ്മൾ ആ ലെവൽ ഓഫ് കണ്ടന്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക് നമുക്ക് എങ്ങനെ ഇപ്പൊ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് അല്ലെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ടേബിൾ കാണിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പിക്ചർ വളരെ ഫേം ആയിട്ട് തന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്. ഇപ്പൊ ബേസിക്കലി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലൊരു AEയുടെ കസേരയിൽ ഇരിക്കാൻ തന്നെയാണ് അല്ലെ. നമ്മൾ ഇപ്പൊ BTech ഹോൾഡേഴ്സിന് കയറാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ബിഗസ്റ്റ് സ്റ്റേജ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് താഴോട്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്, അതെല്ലാം നല്ല തന്നെയാണ്. എന്നാലും ഒരു BTech ഹോൾഡറിന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ടു ബി ആൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. കാരണം അവിടെ നിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ജോബ് ഇതാണ് അല്ലെ. റിട്ടേൺ എക്സാം എഴുതി നമുക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് ആണിത്. ഇതിന് ഉയർന്ന ഒരു ജോബ് പ്രൊമോഷൻ വഴിയേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റാണ്. എന്നാൽ നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഗ്രേഡ് 3 തൊട്ടേ പറ്റും. പക്ഷെ ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1 ആകുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ വർഷങ്ങളും കടന്നു പോകും. അപ്പം തീർച്ചയായിട്ടും ഒരു യങ് ഏജിൽ തന്നെ ഒരു 35 വയസ്സിനുള്ളിൽ തന്നെ ആയിട്ട് കയറിയാൽ നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഹൈ ഒരു പൊസിഷനിലായിരിക്കും റിട്ടയർ ആകുന്നത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം മനസ്സിലാക്കുക, നമുക്ക് ബേസിക്കലി ഈ ഒരു പോസ്റ്റ് ഇത് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇതിന് നിങ്ങൾ വന്നേക്കുന്നത് എന്നുള്ളത് ആദ്യം ഒരു റെട്രോസ്പെക്റ്റീവ് ഒരു അനാലിസിസ് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കുക, ഇപ്പൊ എൻ്റെ ആഗ്രഹം ഇതാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ വരുമായിരിക്കും. എന്നാലും ആ ചലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്ത് ഞാൻ ഈ പോസ്റ്റിന് വേണ്ടി പഠിക്കണമെങ്കിൽ ഇത് പേഴ്സണലി എൻ്റെ ആഗ്രഹമായിരിക്കണം. എനിക്ക് ആ ഫയർ വേണം. അപ്പൊ എനിക്ക് എന്താണോ പാഷൻ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു സ്ട്രഗിൾ വരുമ്പോൾ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റും, നമ്മളെല്ലാവരും പഠിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. അത് അൾട്ടിമേറ്റ്ലി ഇത് നമ്മുടെ കോർ ആഗ്രഹം അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലായി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോ ഇത് മാത്രമല്ല ഏതൊരു കാര്യം ചെയ്താലും അത് നിങ്ങളുടെ ആഗ്രഹമാണോ എന്ന് ആദ്യം നോക്കുക. അല്ലെ വേറൊരാളെ ഹാപ്പി ആക്കാൻ വേണ്ടി, ചുറ്റുമുള്ള ആൾക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇത് ചെയ്യരുത്. അതിപ്പോ ഈ ഒരു പഠിത്തം മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും സ്വന്തമായിട്ടൊരു പാഷനും ഒരു ഫയറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് കാണും അല്ലെ. നമുക്ക് മെഡിക്കൽ ഇഷ്യൂസ് കാണും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണും, ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഇതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളുടെ ഡ്രീം അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഡ്രീം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കണം. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് നിങ്ങളുടെ ഡ്രീം ഇത് നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ ബാക്കിയുള്ള വെബിനാർ കാണുക, അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദിസ്. കാരണം പിന്നെ കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ കോർ ഡ്രീം, അതായത് നിങ്ങളാണ് ഇത് ആഗ്രഹിക്കുന്നത്, എനിക്കിത് വേണം, അപ്പൊ എനിക്കിത് കിട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എന്നെ കേട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഇതൊരു സ്വപ്നമായിട്ട് കരുതുക. ഇത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഗെറ്റിംഗ് ദിസ് ഇസ് നോട്ട് ഈസി. ഇത് എളുപ്പമൊന്നുമല്ല. കാരണം ഒരുപാട് പേരുടെ സ്വപ്നം. ഒരു സിനിമാ നടൻ എത്ര പേരാവുന്നുണ്ട്? എത്ര പേര് കേരളത്തിലെ ഏകദേശം 90 to 95% ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എത്ര പേരാവുന്നുണ്ട്? അതെന്തുകൊണ്ടാ?
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലോട്ട് എത്താൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കിട്ടുന്നത് കുറച്ച് ടഫാണ്, അല്ലേ? നല്ല കാര്യങ്ങൾ കിട്ടാൻ ടഫാണ്, എപ്പോഴും ടഫാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മൾ പലതരത്തിലുള്ള പോസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമുക്ക് ഗ്രേഡ് 3 ആയിട്ട് വർക്ക് ചെയ്യാം, ഗ്രേഡ് 2 ആയിട്ട് വർക്ക് ചെയ്യാം, ഗ്രേഡ് 1 ഉണ്ട്, AE ജോബ് ഉണ്ട്, ലെക്ചർ ഇൻ കോളേജ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോസ്റ്റുകൾ. ഞാനിത് കാണിച്ചു പറഞ്ഞാൽ ഈ ന്യൂ പേ സ്കെയിൽ, ഇപ്പൊ ഇതാണ് നിലവിൽ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി. തീർച്ചയായിട്ടും മണി മാറ്റേഴ്സ്, സത്യമാണ്. നമ്മളിനി എത്ര ഇപ്പം നമ്മൾ പറയും മണി കാണ്ട് ബൈ ഹാപ്പിനെസ്, അല്ലെ? ഹാപ്പിനെസ് മണിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ശരിയാണ്. പക്ഷേ ഇൻ റിയാലിറ്റി നിങ്ങൾ ആലോചിക്കുക, സത്യം പറഞ്ഞാൽ പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. അതൊരു റിയാലിറ്റി തന്നെയാണ്. നമ്മൾ എത്ര അത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഒക്കെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും. പകുതി, മിനിമം പകുതി. അതൊരു സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സാലറി കിട്ടാൻ തന്നെയാണ്. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഞാനിത് പറയുന്നുള്ളത്. ഞാനിവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിന്റെയും ഇതിന് ഇത്രയും സാലറി ഉണ്ട് കേട്ടോ, ഇതിന് ഇത്രയും സാലറി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം സാലറി, ഫോർ എക്സാമ്പിൾ 50,000 സാലറി കൂട്ടിക്കോ, നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് ഒരു 55,000 കിട്ടുമെന്ന് വെച്ചാൽ പെർ മന്ത്. ഈ 55 നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുമോ ഇല്ലയോ എന്നൊക്കെ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെ? അതൊരു സബ്ജക്റ്റീവ് കാര്യമാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 50,000 രൂപ കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും ആവത്തില്ല, ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഒരു വലിയ എമൗണ്ട് ആയി. ദാറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. അപ്പോൾ ഒരു എമൗണ്ടിന്റെ വലുപ്പവും ചെറുപ്പവും സബ്ജക്റ്റീവാണ്. ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്ന പറഞ്ഞാൽ ഗവൺമെന്റ് ജോബിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സോഴ്സിൽ നിന്ന് പൈസ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പം 26,000 ആണെങ്കിലും ശരി, 50,000 ആണെങ്കിലും ശരി. അപ്പൊ ഗവൺമെന്റ് ജോബിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്, ഒരു കോവിഡ് വന്നാലും ഈ പറഞ്ഞ ഒരു റിസഷൻ വന്നാലും എന്ത് വന്നാലും ഒരു സ്റ്റേബിൾ ഇൻകം വീട്ടിലോട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ജോബിന്റെ ഫസ്റ്റ് പ്ലസ് പോയിന്റ്. വേറെ എല്ലാം നിങ്ങൾ വിട്ടേക്ക്, പെൻഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാറ്റി വെച്ചേക്ക്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്താലും ഫേസ്ബുക്ക് ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഫിക്സഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ആ ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അതിന് ഗുണം എന്താണ്? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഒരു 50,000 റുപ്പീസ് കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു 5,000 റുപ്പീസ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സിപ്പിൽ ഇട്ടാലും മതി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അത് ഇട്ടാൽ തന്നെ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. പക്ഷെ അത് ഇടണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സോഴ്സിൽ നിന്ന് പൈസ ലഭിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഇടാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? ഇപ്പൊ എനിക്ക് ഒരു മാസം എനിക്ക് 50,000 കിട്ടി, അടുത്ത 2 മാസം ശമ്പളം കിട്ടാത്തൊരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് കാര്യമുള്ളത് അതിനകത്ത്, അല്ലേ? അപ്പൊ ആദ്യം കിട്ടിയ 50,000 വെച്ചിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണ്ടേ? അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് ശമ്പളം ലഭിക്കുന്ന ഒരു സോഴ്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. സത്യം പറഞ്ഞാൽ അതാണ് ഗവൺമെന്റ് ജോബിന്റെ കാരണം ഇപ്പൊ നമ്മൾ കണ്ടു, കോവിഡ് വന്നായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്കണോമിക് റിസഷൻ വന്നു. എത്ര പ്രൈവറ്റ് കമ്പനിയിൽ എത്ര പേരെയാണ് ലേ ഓഫ് ചെയ്യുന്നത്? പക്ഷെ എന്നാലും ഗവൺമെന്റിൽ മാക്സിമം പോയാൽ അവർ ശമ്പളം ഒന്ന് പിടിച്ചു വെക്കും, പോസ് ചെയ്ത് വെക്കും, എന്നാലും അത് തരും തിരിച്ചു. അല്ല നിങ്ങളെ ശമ്പളം കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തരാതിരിക്കുന്നതോ അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. കൃത്യമായിട്ട് ശമ്പളം തന്നിരിക്കും. ബേസിക്കലി അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് നമ്മളപ്പം ഒരു ഗവൺമെന്റ് ജോബ് നമ്മൾ എന്തിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി, അല്ലേ? എളുപ്പമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ സാലറി കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഏത് പോസ്റ്റ് ആണെങ്കിലും ഈ ഒരു എമൗണ്ട് ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മുടെ ലൈഫ് സെറ്റ് ആവാൻ അത് മതി. അത്യാവശ്യം ഞാൻ പറഞ്ഞു ഒരു 50% നമ്മുടെ ലൈഫിൽ ഒരു പകുതി പ്രശ്നങ്ങൾ തീരും അപ്പം കൊണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഇൻഡിപെൻഡന്റ് ഫ്രീഡം വേണം. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തീർച്ചയായിട്ടും വേണം. അതുപോലെ നമുക്ക് മനസ്സമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, സാറിന് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, സാർ എന്തുകൊണ്ട് ഇങ്ങനൊരു ജോബിന് ട്രൈ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയല്ലോ സാറിന്, സാർ എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ഒരു ഫേം നടത്താന്നുള്ളത് ഇത് ഒരു 100 പേർക്കിൽ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര റിസ്കിയാണ്. ഞാൻ ചെയ്യുന്ന ഈ ജോബ് പോലും ബാക്കി എല്ലാം വിട്ടു. എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടി, അത് വിട്ടു ഞാൻ. എനിക്ക് ജേക്കബ്സ് എന്ന് പറഞ്ഞ വലിയൊരു MNC ജോലി കിട്ടിയായിരുന്നു, അത് വിട്ട് ഞാൻ. അങ്ങനെ പല TKM കോളേജിൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തായിരുന്നു കോൺട്രാക്ട് ബേസിൽ, അത് വിട്ട് ഞാൻ. എനിക്ക് എപ്പോഴും റിന്യൂ ചെയ്ത് പറഞ്ഞു അതെല്ലാം വിട്ട് ഞാൻ.
എന്നിട്ട് പോലും ഞാനിത് നടന്നെന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പാഷൻ ഉണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ഒരു 2-3 മാസം ഇൻകം വന്നില്ലെങ്കിൽ പോലും, ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് 2-3 മാസം ഒന്നും ഇൻകം ഇല്ലാത്ത ഒരുപാട്, എനിക്ക് പേഴ്സണൽ ഇൻകം, അക്കാഡമിക്കലല്ലോ, എനിക്ക് പേഴ്സണൽ ഇൻകം വരണ്ടേ, 2-3 മാസം എനിക്ക് പേഴ്സണൽ ഇൻകം ഇല്ലാത്ത മാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടാണ് ക്ലാസ് വന്നെടുക്കുന്നത്. ദാറ്റ് ഡസന്റ് അഫക്ട് മീ. അങ്ങനെ ഒരു പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും വർക്ക് ചെയ്യണ്ട കേട്ടോ, ഇതിനൊന്നും നോക്കണ്ട. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ഫേം, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. പക്ഷെ അങ്ങനെ ഒരു പാഷൻ വേണം. അതായത് ഒരു ഫിക്സഡ് സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടിയില്ലെങ്കിൽ പോലും യു ഹാവ് ടു ബി ഹാപ്പി. ഞങ്ങൾ ആദ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യത്തെ 3-6 മാസമൊന്നും ഒരു ഇൻകം ഇല്ലായിരുന്നു. എന്നാൽ പോലും നിങ്ങൾ ഇപ്പോഴും നോക്കിയോ, ഞങ്ങളുടെ യൂട്യൂബ് എടുത്തിട്ട് ഏറ്റവും പണ്ടത്തെ 2.5 വർഷം മുമ്പുള്ള വീഡിയോ നോക്ക്, അന്നത്തെ വീഡിയോ ഇപ്പോഴും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്, കണ്ടന്റ് ക്വാളിറ്റി ഉണ്ട്. കാരണം അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് പോലും വർക്ക് ചെയ്യാൻ പറ്റണം. അതാണ് പാഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. പൈസ ഇല്ലാത്ത സമയത്തും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, വളരെ ഡെഡിക്കേഷൻ ഉള്ള. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനൊന്നും ചെയ്യണ്ട, ഗവൺമെന്റ് ജോബിന് ചെയ്യണ്ട, വർക്ക് ചെയ്യണ്ട, പഠിക്കണ്ട, നിങ്ങൾക്ക് ഒരു ഫേം ഇടാം, തീർച്ചയായിട്ടും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും, എൻ്റെ ഉറപ്പാണ്. ഞാൻ അതിന്റെ എക്സാമ്പിളാണ്. ചിലപ്പോൾ ഇടയ്ക്കൊന്ന് ഡൗൺ ആവും, പക്ഷെ സ്റ്റിൽ നമുക്ക് ആ പാഷനായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റും. അതിന്റെ കോൺഫിഡൻസാണ്. പക്ഷെ അത് അങ്ങനെ ഒരു ഫയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട്, പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ അങ്ങനെ എല്ലാവരും കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എൻ്റെ ഫാമിലി, ഇപ്പൊ എൻ്റെ വൈഫ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും ഇങ്ങനെ ഒരു എല്ലാം വിട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര റിസ്ക്കിയാണ്. പക്ഷെ അവര് മെന്റലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 95% ആൾക്കാരും അതുകൊണ്ടാണ് ഗവൺമെന്റ് ജോബ് തന്നെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു ഫിക്സഡ് സോഴ്സിൽ നിന്ന് നമുക്ക് വേറെ ടെൻഷൻ ഒന്നും ഇല്ല. കൃത്യമായിട്ട് ജോലി ചെയ്താൽ ശമ്പളം കിട്ടിയിരിക്കും. മറ്റേത് എത്ര ജോലി ചെയ്താലും ചിലപ്പോൾ ശമ്പളം കിട്ടാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഞാൻ ഇത്രയും സമയം എടുത്ത് ഇത് പറയുന്നതിന്റെ റീസൺ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് ചെയ്യുന്നത്. ഇതൊക്കെ പലരും എന്തുവാ, ചുമ്മാ ഒരു കോഴ്സ് എടുക്കും, അങ്ങ് പഠിക്കും, അത്രേ ഉള്ളൂ. അതിനകത്ത് എന്തിനാണ് ഇത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചുള്ള ഗുണം എന്താണ്, ഇതിനകത്തൊക്കെ വരുന്ന ഹേർഡിൽസ് എന്തൊക്കെയാണ്, ഒന്നും മനസ്സിലാക്കാതാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും, പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാ, കുറച്ച് പാടാ. എസ്പെഷ്യലി ഈ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ന്യൂമറിക്കലൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ പോവും, സ്കിപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട എന്തിനാ, അതിനുവേണ്ടി അത്രയും പൈസയും സമയം കളയുന്ന എന്തിനാ? നിങ്ങളുടെ യങ് ലൈഫ് അല്ലേ, നിങ്ങൾക്ക് വേറെ കമ്പനി പോയി വർക്ക് ചെയ്തൂടെ? അപ്പൊ നിങ്ങൾ ആദ്യമേ ഇത് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ എന്ത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഇന്നത്തെ ഹൈലൈറ്റ് പോയിന്റ് വെബിനാറിന്റെ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ആലോചിക്കുക, കോളേജ് കഴിഞ്ഞിട്ടുള്ളൊരു 10 വർഷം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ 10 വർഷമാണ് നമ്മുടെ എല്ലാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവേണ്ട വർഷങ്ങളായി 10 വർഷം. കോളേജ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് കോളേജ് ഒരു 25 to 30, 37 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, കാരണം ആ സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയിൽ ഒരു 65-70 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് തിരിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ആ 25 to 35 ഇയേഴ്സിൽ എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ ടൈം, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റീവ് കാര്യത്തിനായിരിക്കണം. ആൻഡ് തീർച്ചയായിട്ടും നോ ഡൗട്ട് നിങ്ങൾ ഇതിൽ ഏത് പോസ്റ്റിൽ കയറിയാൽ പോലും അത് വേർത്ത് ഇറ്റ് ആണ്. കാരണം നിങ്ങളുടെ ലൈഫ് സെറ്റാണ് കയറി കഴിഞ്ഞാൽ. അത് എത്ര പേഴ്സൺ ഷുവറായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കയറി കഴിഞ്ഞപ്പോൾ, നമ്മൾ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഐ ആർ നോട്ട് ഹാപ്പി. അതിനകത്ത് വളരെ കുറച്ച് പേരെ ഹാപ്പി ആയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഇച്ചിരി ടെൻഷനൊക്കെ വരും, അത് സത്യമാണ്. പക്ഷെ അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ദേ ആർ ഹാപ്പി അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സാമിനെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ, അത് എ മാത്രമല്ല, ആസ് എ സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശം 24 സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് പഠിക്കാം, 24 സബ്ജക്ട്സ്. അതിന് കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് വരാൻ പോകുന്ന എക്സാമുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ അജണ്ട. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെ എക്സാം ആണ് നമുക്ക് വരാൻ, എന്തൊക്കെയാണ് സാധ്യത. നമുക്കൊരു പോസ്റ്റിലോട്ട് കയറേണ്ട ആഗ്രഹം നമുക്ക് മനസ്സിലായി, എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഓരോ പോസ്റ്റിലേക്കും ഉള്ള ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു LSTD ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, ഗ്രേഡ് 1. ഗ്രേഡ് 1 ഇനിയിപ്പോ അവര് സബ് എഞ്ചിനീയറിനായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്.
ഓക്കെ, സബ് എഞ്ചിനീയർ വരുന്നുണ്ട്. LSTDയുടെ തന്നെ ഗ്രേഡ് 2 വരുന്നുണ്ട്. LSTDയുടെ തന്നെ ഗ്രേഡ് 3 വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ LSTDയുടെ തന്നെ എല്ലാ പോസ്റ്റുകളും അടുത്ത വർഷം വരുന്നുണ്ട്. ഓക്കെ, പല പല സമയമാണെന്നേ ഉള്ളൂ. ചിലത് അടുത്ത വർഷം ആദ്യമേ വരും, മാർച്ച് ഏപ്രിലിൽ വരും. ചിലത് ഒരു പകുതി ആകുമ്പോൾ വരും. ചിലത് അടുത്ത വർഷം അവസാനമോ 2026 ആദ്യമോ ആയിരിക്കും. ഇനി അതിന്റെ കൂടെ ഏറ്റവും പ്ലസ് പോയിന്റ് പറഞ്ഞാൽ LSTD ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, PWD ഡിപ്പാർട്ട്മെന്റ്, PWD ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് സോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. കാരണം പല LSTD എമാരും തസ്തിക രാജിവെച്ചിട്ട് ഈ ഗ്രേഡ് 1 തസ്തിക ചൂസ് ചെയ്യാറുണ്ട്. കാരണം LSTD കുറച്ചുകൂടെ ഒരു ടെൻഷൻ ജോബാണ്, കുറച്ചുകൂടെ ഹെക്ടിക് ജോബ് ആയതുകൊണ്ട് തന്നെ അത് റിസൈൻ ചെയ്തിട്ട് പോലും ജോയിൻ ചെയ്യുന്ന തസ്തികയാണ് PWD ഇറിഗേഷൻ ഗ്രേഡ് 1. ജോയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ടോപ്പ് റാങ്കർ ആയിരിക്കണേ. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അപ്പൊ നല്ലപോലെ പഠിച്ചുള്ള ഗുണം എന്താ, ഈ ലിസ്റ്റിലെല്ലാം ടോപ്പ് ആവാൻ നോക്കുക. ടോപ്പ് ആയാലുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് കയറി, ഒരു പോസ്റ്റ് കയറി, ഇഫ് യു ആർ നോട്ട് ഹാപ്പി യു ക്യാൻ സ്വിച്ച്, ദാറ്റ്സ് ഇറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരിടത്ത് ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റേത് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് മാത്രം എങ്ങനെയോ പഠിച്ച് കയറി നിങ്ങൾ അതിനകത്ത് ലോക്കായി പോകും, മാറാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഓക്കെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ പലർക്കും അയ്യോ പെട്ടല്ലോ, ഇനിയിപ്പം ഇറങ്ങാനും പറ്റത്തില്ല, ഇറങ്ങിയ പിന്നെ വേറെ ജോലിയില്ല, മാറാനും പറ്റത്തില്ല, അങ്ങനെ ഒരു സ്ഥിതി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ, കാരണം എന്റെ ചില ഫ്രണ്ട്സിന് അങ്ങനെ വിഷയമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ പോസ്റ്റിന് വേണ്ടിയിട്ട്, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് പഠിക്കുക. ഇപ്പൊ എയുടെ കേസ് പറയുമ്പോൾ നമുക്കിപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള LSTD ആണെങ്കിൽ പോലും 2026 കേരള വാട്ടർ അതോറിറ്റിയും അത് കഴിഞ്ഞിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ടേ ഇപ്പോഴേ പഠിക്കാവൂ. കാരണം നമ്മളൊരു കരിയർ പ്ലാൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ ജോലിക്ക് എൻ്റർ ചെയ്തോ നിങ്ങൾ, എന്നാലും അതിനകത്ത് അൾട്ടിമേറ്റ്ലി ഹാപ്പി ആവണ്ടേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും ഒരു 2 to 3 years ഡൗൺ ദ ലൈൻ അതിനകത്ത് വരുന്ന എക്സാമുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. സോ ദാറ്റ് ഇൻ കേസ് നിങ്ങളിപ്പോൾ ആദ്യം കയറുന്ന ജോബിൽ ഹാപ്പി അല്ലെങ്കിൽ യു നീഡ് ടു സ്വിച്ച്. അപ്പൊ സ്വിച്ച് ചെയ്യണമെങ്കിൽ അടുത്ത എക്സാമിന് നിങ്ങൾ ടോപ്പ് റാങ്ക് ആയിരിക്കണം, അഡ്വൈസ് വരണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന എക്സാംസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ LSTDയുടെ എല്ലാം വരുന്നുണ്ട്, PWD ഇറിഗേഷന്റെ ഗ്രേഡ് 1 വരുന്നുണ്ട്. ഇതിന്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്നാൽ PWD ഇറിഗേഷന്റെ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ എക്സാം അടുത്ത വർഷം ഏകദേശം ആദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. ഇപ്പം എന്തായാലും ഫെബ്രുവരി മാർച്ച് വരെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫെബ്രുവരി വരെ ഇല്ല, ചിലപ്പോൾ മാർച്ചോ ഏപ്രിലോ ആയിരിക്കും അതിന്റെ എക്സാം വരുന്നത്. ഓക്കെ, പിന്നെ എല്ലാ വർഷവും RRB JEE ഇപ്പം വരാറുണ്ട്. ഇപ്പൊ ഈ വർഷത്തെ ഡിസംബർ 1 നടക്കാൻ പോകും. അതുപോലെ തന്നെ ഇനിയിപ്പോ തൊട്ട് എല്ലാ വർഷവും നടത്തുമെന്നാണ് നമുക്ക് ന്യൂസ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും 2025 ഉണ്ടെന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷവും വീണ്ടും റെയിൽവേയിലും നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം JEE ആയിട്ട്. ഓക്കെ, പിന്നെ ഇസ്രോയുടെ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാ വർഷവും ആദ്യം ഒരു ഫെബ്രുവരി നടക്കുമായിരുന്നു. ഈ പോസ്റ്റ് കോവിഡ് ആയപ്പോഴത്തേനും അതിന്റെ ഒരു പാറ്റേൺ മാറാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വിവരം എപ്പോഴും കിട്ടുന്നില്ല. അവര് വേക്കൻസി വരുമ്പോൾ മാത്രം ഒരു എക്സാം നടത്തും. അപ്പോൾ അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഇതിനകത്ത് ഗേറ്റ് ഉണ്ട്, ഗേറ്റിലൂടെയും നിങ്ങൾക്ക് PSUസിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ MTech ചെയ്തിട്ട് അതുവഴിയും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. കാരണം NITയിലും IITയിലൊക്കെ ഇപ്പം നല്ലപോലെ പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതിനും അത്യാവശ്യം നല്ല ഗേറ്റ് സ്കോർ വേണം, നല്ല പ്രീമിയം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു IITയിലോ NITയിലോ MTech ആയിട്ട് കാര്യമില്ല. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള IIT NIT തന്നെ കയറണം. ഇപ്പൊ NIT ട്രിച്ചി, NIT വാരങ്കൽ, അല്ലെ IIT ഡൽഹി, IIT മദ്രാസ്, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോളേജിൽ കയറിയിട്ട് ഏറ്റവും നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ പ്രീമിയം ആയിട്ടുള്ള എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, പ്രീമിയം ആയിട്ടുള്ള MTech ചെയ്താൽ നമുക്ക് പ്ലേസ്മെന്റ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗേറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമുക്ക് വെക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പം നമ്മൾ അജണ്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായും LSTD ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എയുടെ എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ വലിയ കാര്യമൊന്നുമില്ല, 20 മാർക്കേ കാണത്തുള്ളൂ. നിങ്ങൾ അത്യാവശ്യം റിട്ടേൺ ടെസ്റ്റ് ഒരു സ്കോർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇന്റർവ്യൂ എന്തായാലും എല്ലാവർക്കും ഒരു 12-13 മാർക്കൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് മോശമായിട്ട് പെർഫോം ചെയ്താലേ 10-15 വരത്തുള്ളൂ. പക്ഷേ റിട്ടേൺ ടെസ്റ്റ് അത്യാവശ്യം പഠിച്ച് നല്ലപോലെ കൺസെപ്ച്വലി പഠിക്കുന്ന ഒരാൾക്ക് ഇന്റർവ്യൂ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെ പറ്റി നിങ്ങൾ വറി ചെയ്യണ്ട. ഓക്കെ, നിങ്ങളുടെ വറി എന്താന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ ടെസ്റ്റിൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് എല്ലാം. റിട്ടേൺ ടെസ്റ്റിൽ ഏറ്റവും നിങ്ങളെ കൊണ്ട് എന്തൊക്കെ മീൻസ് എത്ര ചെയ്യാൻ പറ്റുമോ അതിലങ്ങ് ചെയ്തോണം.
ഇപ്പോൾ ടോപ്പേഴ്സിന്റെ കാര്യം പറയും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു എല്ലാ ടോപ്പ് റാങ്കേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുള്ളത്. അപ്പം അവരുടെ എല്ലാം മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100-ൽ 71, 72 റേഞ്ചാണ് ടോപ്പ് റാങ്ക്. ഫസ്റ്റ് റാങ്കിന്റെ കാര്യം, ടോപ്പ് റാങ്ക് ഫസ്റ്റ് റാങ്കിന്റെ കാര്യം പറയുന്നത്, ഫസ്റ്റ് റാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. 100-ൽ ഒരു 71, 72 കിട്ടിയാൽ തന്നെ യു വിൽ ബി ദ ഫസ്റ്റ് റാങ്കർ ഓഫ് കേരള. കേരളയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരിക്കും നിങ്ങൾ. അപ്പൊ അങ്ങനെ ആലോചിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു റേഞ്ച്, ഇപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളൊരു 60 തൊട്ട് 70 റേഞ്ച് വേണ്ടി പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എക്സാം ഈസി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടും. എക്സാം ടഫ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് താഴെയായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ പറയും, ഇതുവരെയുള്ള ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ മാർക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരുടെയും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നമ്മൾ തെറ്റിച്ചാൽ -0.33 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി തൊട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം സിലബസ് മനസ്സിലാക്കണം. നമ്മുടെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് കൃത്യമായിട്ടൊരു സിലബസ് PSC തരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ PSC കൃത്യമായിട്ടൊരു സിലബസ് തരുന്നത് മാത്രമല്ല, അത് ഇതുപോലെ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ച് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ എക്സാമിന് വരുന്നത്. അത് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് തിങ് ആണ്. നമ്മൾ പണ്ട് ഒരുപാട് PSCക്ക് ഇങ്ങനെ അപേക്ഷകൾ അയച്ച് അവസാനം PSC നമ്മുടെ അപേക്ഷ കേട്ടു എന്നുള്ളതാണ്. ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായി. ഇപ്പം പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. എവിടുന്നോ ചോദിക്കും, അതിനൊരു സ്ട്രക്ചർ ഇല്ല. അപ്പൊ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും അവരെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പം കൃത്യമായിട്ടുള്ള സിലബസ് PSC തരുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് സ്ട്രാറ്റജി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ 100-ൽ 100 കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ എയിം. അപ്പൊ എല്ലാം പഠിക്കണം എന്നുള്ളതല്ല. എന്ത് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും, അല്ലെ ഞാൻ പറഞ്ഞ പോലെ 100-ൽ ഒരു 75 മാർക്ക് കിട്ടിയാൽ തന്നെ സെറ്റാണ്. അപ്പൊ ആ 75 മാർക്ക് പറഞ്ഞ 25 മാർക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടേ, തൊടാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ 75 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ആ 100 മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഒന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് CTM, അതിലെല്ലാം കൂടെ ചേർത്തിട്ട് 20 മാർക്കാണ് വരുന്നത്. BMCനകത്ത് കോൺക്രീറ്റ് ടെക്നോളജിയും കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ കോൺക്രീറ്റ് ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എല്ലാം കൂടെ ചേർത്തിട്ട് 20 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ RCCയും സ്റ്റീലും കൂടെ ചേർത്തിട്ട് 20 മാർക്കാണ് വരുന്നത്. ബാക്ക് ബോൺ. അടുത്ത സർവേയിങ് ആൻഡ് ലെവലിംഗ്, എസ്റ്റിമേഷൻ വാല്യുവേഷൻ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് 10 മാർക്കേ വരുന്നുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോളജിയും വരും, ഇറിഗേഷനും വരും. ഇത് മൂന്നും കൂടെ ചേർത്തിട്ടേ 10 മാർക്ക് കിട്ടുന്നുള്ളൂ. ആലോചിക്കുക, ഞാൻ അതിനെപ്പറ്റിയാ പറയാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. അടുത്ത എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, സ്റ്റാൻഡേർഡ് ഓൺ സബ്ജക്റ്റ് ആണ്, ഡയറക്ട്ലി യു വിൽ ഗെറ്റ് 10 മാർക്സ്. അടുത്ത ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഡയറക്ട്ലി സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് ആണ്, ഡയറക്ട്ലി യു വിൽ ഗെറ്റ് 10 മാർക്സ്. അപ്പൊ തന്നെ 20 മാർക്ക് അവിടെ. അടുത്ത മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചർ അനാലിസിസും. മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും സ്ട്രക്ചർ അനാലിസിസും കൂടെ ചേർത്തിട്ട് 10 മാർക്കേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതായത് ഹൈവേ, ട്രാഫിക്, എയർപോർട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ചില സബ്ജക്റ്റിന് എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ ഒരു ബിഹേവിയർ ഉണ്ട്, അതിന് അത്യാവശ്യം മാർക്കുണ്ട്. ചില മൊഡ്യൂളിൽ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്ജക്റ്റ് ആണ്, എല്ലാം കൂടെ പഠിച്ചാലേ ആ 10-20 മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഹാർബർ എയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പം PSC ഈ പറഞ്ഞ പോലെ ഒരു സിലബസ് തരികയും അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. താണ്ടേ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സോമും എസ്ഐ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും എസ്ഐയും കൂടെ 10 മാർക്കാണ് വന്നേക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കിയാൽ 7 മാർക്കാണ്. ഇപ്രാവശ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് 7 മാർക്ക്, സാധാരണ അത്രയും വരാറില്ല, 5 മാർക്കൊക്കെ വരാറുള്ളൂ. അതിനോടൊപ്പമാണ് ഹൈഡ്രോളജി, ഇറിഗേഷനും. കാരണം ഹൈഡ്രോളജി, ഇറിഗേഷൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ് മൂന്നും കൂടെ ചേർത്തിട്ട് ആ 10 മാർക്ക് വരുന്നത്. അപ്പൊ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇപ്രാവശ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് 7 ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല 7 വരുമെന്ന്. കാൺസേ ചിലപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻ വരത്തുള്ളൂ, ബാക്കിയെല്ലാം ഹൈഡ്രോളജി, ഇറിഗേഷൻ ആയിരിക്കും. ഓക്കെ. എന്നാൽ RCC സ്റ്റീൽ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് രണ്ടുപേരും 21 ആണ്. അപ്പൊ ഏകദേശം 20 മാർക്ക് എന്തായാലും ചോദിച്ചിരിക്കും, ഷുവർ ഷോട്ട് ആണ്. അടുത്ത GTയും എൻവയോൺമെന്റ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് ഓൺ സബ്ജക്റ്റ് ആണ്, 10+10 കറക്റ്റ് ആണ്. 10+10 20 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. സർവേ 5 ആണ്, കാരണം സർവേയുടെ കൂടെ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ കൂടെ ചേർത്തിട്ടാണ് ടോട്ടലി അവിടെ 10 മാർക്സ് നമുക്ക് അവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട്
BMC-നകത്ത് ഞാൻ പറഞ്ഞു ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കോൺക്രീറ്റ് ടെക്നോളജി എല്ലാം കൂടെ ചേർത്തിട്ടാണ് 17, അതും കൂടെ CTM എല്ലാം കൂടെ ചേർത്ത് 17 അല്ലെങ്കിൽ 2, ഏകദേശം ഒരു 20 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം പഠിക്കണം, പക്ഷെ ചില സബ്ജക്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1 മാർക്ക് പോലും പോവാത്ത രീതിയിൽ പഠിക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ചില സബ്ജക്ട് നമ്മൾ കണ്ടു സ്റ്റാൻഡ് അലോണാ. അപ്പൊ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. തീർച്ചയായിട്ടും ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും അത് വേർത്ത് ഇറ്റ് തന്നെയാണ്. 10 മാർക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് അവിടെ നിന്ന് കിട്ടും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഞാൻ ഇവിടെ കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു എഫേർട്ട് ഇടും അല്ലെ, നമ്മൾ എഫേർട്ട് ഇടും, അതിനനുസരിച്ചാണ് മാർക്ക് കിട്ടുന്നത്. ചില സബ്ജക്റ്റിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, ചില സബ്ജക്റ്റിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, എന്നാൽ അത്രത്തോളം മാർക്ക് കിട്ടത്തില്ല. എന്നാൽ ചില സബ്ജക്റ്റിന് ലെസ് എഫേർട്ടിൽ തന്നെ ഒരുപാട് മാർക്സ് കിട്ടും. നമ്മൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബെനിഫിറ്റ് ടു കോസ്റ്റ് അനാലിസിസ് ചെയ്യാറുണ്ട്. ബെനിഫിറ്റ് ടു കോസ്റ്റ് അനാലിസിസ് അതുപോലെ എന്റെ ബെനിഫിറ്റ് എന്തുവാ, എന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്ന മാർക്കാ, എന്റെ കോസ്റ്റ് എന്തുവാ, ഞാൻ ഇടുന്ന എഫേർട്ടാ. അപ്പൊ എപ്പോഴും ബെനിഫിറ്റ് കോസ്റ്റ് അനാലിസിസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോഴും എനിക്ക് കിട്ടുന്ന മാർക്ക് കൂടുതലായിരിക്കണം, എന്നാൽ ലെസ് എഫേർട്ടിൽ തന്നെ കൂടുതൽ മാർക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് നിങ്ങൾ ആലോചിക്കുക. സ്ട്രക്ചർ അനാലിസിസ് ഭയങ്കരമായിട്ട് എഫേർട്ട് വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്, എന്നാൽ അത്ര മാർക്കൊന്നും ചോദിക്കില്ല. മാക്സിമം പോയാൽ ഒരു 3-4 മാർക്ക് മാക്സിമം. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോലും എനിക്ക് 3-4 മാർക്ക് കിട്ടുന്നതാണോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പോലെ കമ്പാരിറ്റീവ്ലി ലെസ് എഫേർട്ടും 10 മാർക്ക്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഹൈവേ ഉണ്ട്, നമ്മുടെ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ ഉണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ടാണ് 10. എന്നാൽ പോലും SA പഠിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ പഠിക്കുന്നത്. 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ആലോചിക്കാം. അപ്പൊ ഇവിടാണ് ബ്രില്യൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ വെറുതെ ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ചെയ്യുന്ന കാര്യം കറക്റ്റ് ഒപ്റ്റിമൽ ലെവലിൽ ചെയ്യാന്നുള്ളതാണ്. അതാണ് പ്ലസ് പോയിന്റ്. അപ്പൊ അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഈ PPT ഞാൻ PDF ആയിട്ട് നിങ്ങളുടെ കോഴ്സിൽ തന്നെ ഇടുന്നതായിരിക്കും. എന്നാലും നിങ്ങളിത് ഇപ്പോഴേ കേട്ട് മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി സെറ്റ് ഔട്ട് ചെയ്യുക. എല്ലാം പഠിക്കണം, പക്ഷെ ചില വിഷയങ്ങൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇതുപോലെ ഞാൻ പറയുന്ന സ്റ്റാൻഡേർഡ് സബ്ജക്ട്സ് എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. സോ ദാറ്റ് മാത്സ് 10 out of 10 കിട്ടുന്നത് പാടാണ്, എന്നാൽ പോലും ട്രൈ ടു സ്കോർ അറൌണ്ട് 8 to 10, 8 to 9 പോട്ടെ, 1 മാർക്ക് ഞാൻ വിട്ടു, എന്നാൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു മാർക്ക് പറഞ്ഞ ഒരു 70 to 75 ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കിട്ടുന്ന ആ ഒരു ലെവലിലൂടെ നമുക്ക് വരാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയേണ്ട ആവശ്യമില്ല, RCC ആൻഡ് സ്റ്റീൽ ദ ബാക്ക് ബോൺ. RCC ആൻഡ് സ്റ്റീൽ ഒരു കാരണവശാലും വിടുന്നത് ഡിസൈൻ അതിനകത്ത് തന്നെ RCC ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 15 മുതൽ 17 മാർക്ക് വരെ RCC നിന്ന് ചോദിക്കും, ഷുവർ ഷോട്ട് ആണ്. അപ്പൊ അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റീൽ കമ്പാരിറ്റീവ്ലി അത്രയും ചോദ്യങ്ങൾ വരത്തില്ല. മാക്സിമം പോയാൽ ഒരു 3 മാർക്ക്, മാക്സിമം പോയാൽ 3 to 4. അപ്പൊ അവിടെയും RCC എന്ന് പറഞ്ഞ സബ്ജക്ട് എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് കിടിലുമായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കോഡൽ പ്രൊവിഷനും നല്ലപോലെ മനസ്സിലാക്കി ഒരു ESE ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഒരു കോംപ്രമൈസും നിങ്ങൾ വരുത്തരുത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് RCC എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് കമ്മിങ് ടു എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. വീണ്ടും GT പോലെ ഒരു സ്റ്റാൻഡ് അലോൺ സബ്ജക്റ്റ് ആണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, പൊല്യൂഷനും വരാറുണ്ട്, എയർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ് സബ്ജക്ട്. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ LSTD AE കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മേജർ എക്സാംസ് ആണ് കേരള വാട്ടർ അതോറിറ്റിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ആ 2 എക്സാംസിനും 25 മാർക്കാണ് എൻവയോൺമെന്റ് എഞ്ചിനീയർ വരാൻ പോകുന്നത്, 25 മാർക്സ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. അതിപ്പോ ഇത് മാത്രമല്ല, അടുത്തൊരു 2 വർഷത്തേക്കുള്ളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യാൻ പോവുക. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് കറക്റ്റ് ആയിട്ട് പഠിച്ച്, അതായത് ചുമ്മാ വായിച്ചു പോകരുത്, തിയറി മാത്രം പഠിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ESE ലെവൽ നമ്മളിവിടെ ക്ലാസ്സിൽ അങ്ങനെ എടുക്കുന്നത്. ESE പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് ഡീപ്പായിട്ട് പഠിക്കണം എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. കാരണം അത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, നെക്സ്റ്റ് ഒരു 2 വർഷത്തേക്ക് വേണ്ടി ഇപ്പോഴേ അങ്ങ് പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ലാസ്റ്റ് വൺ ഇസ് BMC ആൻഡ് സർവേ. BMC ആൻഡ് സർവേ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം BMC ആൻഡ് സർവേയുടെ 20 മാർക്ക് ഉണ്ടല്ലോ, അത് ഒരു ഗ്ലോബൽ സബ്ജക്ട് എന്ന് വെച്ചാൽ എയ്ക്ക് മാത്രമല്ല, ഗ്രേഡും എടുത്താലും ഗ്രേഡ് 2 എടുത്താലും ഗ്രേഡ് 3 എടുത്താലും ഏത് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഏത് എക്സാം എടുത്താലും BMC ആൻഡ് സർവേ ചോദിച്ചിരിക്കും.
അപ്പൊ ഈ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ വെർത്ത് ഇറ്റ് തന്നെയാണ്. നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് എക്സാം വേണമെങ്കിലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ്. അപ്പൊ നോക്കിയേ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ എത്ര മാർക്കാണ് നോക്കിയേ, 20, 40, 50, 70, ടോട്ടലി 70 മാർക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നോക്കിയേ, ബാക്കി വരുന്ന എല്ലാവരും കൂടെ ചേർക്കുമ്പോൾ ബാക്കി 30 മാർക്ക് കിട്ടും. അത് പഠിക്കേണ്ടെന്നുള്ളതല്ല, കാരണം ഇപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അടുത്ത PCB കേരള വാട്ടർ അതോറിറ്റിക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി 20-25 മാർക്ക് അതിൽ നിന്ന് വരും. പക്ഷെ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഒരു മാക്സിമം 5 മാർക്കോ 7 മാർക്കോ വരത്തുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര എഫേർട്ട് ഇടണം നിങ്ങൾ, കുറച്ചുകൂടി ടഫർ സബ്ജക്റ്റ് ആണ്. ബാക്കി ഹൈഡ്രോളജി ഇറിഗേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്. ഹൈഡ്രോളജിയിൽ ആ ഹൈഡ്രോഗ്രാഫിന്റെ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ടഫ് ആയിട്ടുള്ളത്. അത് ആ ഒരു സ്കിപ്പ് ചെയ്യണമെന്നല്ല, എല്ലാം പഠിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 70 മാർക്കിന് പഠിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് മേ ബി ഒരു 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് പഠിച്ചാലും 10 മാർക്ക് ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ആ 30 മാർക്കിൽ നിന്നുള്ള ഒരു 20 കൂടെ സ്കോർ ചെയ്തുള്ള നോക്കിയേ +20 കൂടെ വരുമ്പോഴത്തേനും നിങ്ങളുടെ മാർക്ക് ഏകദേശം 80 റേഞ്ചിലാണ് വരുന്നത്, വിച്ച് ഇസ് ഇനഫ് ടു ഗെറ്റ് യു ടു ഫസ്റ്റ് റാങ്ക്. നമ്മൾ ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിക്കുക, ഫസ്റ്റ് റാങ്കിന് വേണ്ടി തന്നെ പഠിക്കുക. അതിനകത്ത് ഒരു കോംപ്രമൈസ് വരുത്തരുത്. ഫസ്റ്റ് റാങ്കിന് വേണ്ടി തന്നെ പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിച്ച് ടോപ്പ് റാങ്ക് ഹോൾഡർ ആയാൽ ഉടനെ തന്നെ അഡ്വൈസ് കിട്ടും, വേറെ ടെൻഷനും കാര്യമൊന്നും. അല്ലെങ്കിൽ എന്ത് പറ്റും, വീണ്ടും 2 വർഷം 2.5 വർഷം വെയിറ്റ് ചെയ്യുക, ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് പിന്നെ അറിയാൻ പറ്റത്തില്ല. എപ്പോഴും അതുകൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ട. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, ഫസ്റ്റ് 15 അടിച്ചിരിക്കണം റാങ്ക്, ഉറപ്പായിട്ടും അടിച്ചിരിക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് എന്തിനാ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വെബിനാർ നടത്തണം? അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. പണ്ട് കാലത്തും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചേർഡ് ലേണിങ്ങും ഈ പറഞ്ഞ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യണം? എന്തിന് ഇതിന്റെ ആവശ്യം? ബിക്കോസ് പാറ്റേൺ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് എ റീസൺ. നിങ്ങൾ നോക്കിയേ, പണ്ടത്തെ കാലത്ത് തിയറി എന്ന് പറഞ്ഞാൽ തിയറി പേപ്പർ 100ൽ 85% തിയറിയാ, ബാക്കി 10% ന്യൂമറിക്കലും ഒരു 5% മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ഒന്നും പണ്ട് ചോദിക്കാറേ ഇല്ലായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. ചുരുക്കി പറഞ്ഞ ഈ 85% തിയറി ആയതുകൊണ്ട് തന്നെ എന്തുവെന്നറിയോ, അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഏശോ ആവും, ലിസ്റ്റിലും കയറും, ജോലിയും കിട്ടും. ഒരു 60, 65, 70 മാർക്കും ഈ പ്രീവിയസ് ഇയർ ചുമ്മാ ഇലക്ട്രോൺ പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു പണ്ട്, അത് എല്ലാവരും വാങ്ങിക്കും, പഠിക്കും, ജോലി കിട്ടും. ഇങ്ങനെ പണ്ടത്തെ പരിപാടി. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല. PSC ഭയങ്കരമായിട്ട് മാറി, PSCയുടെ ട്രെൻഡ് മാറി, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കരമായിട്ട് മാറി. നിങ്ങൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. ഒന്നാമത് എന്താ ചേഞ്ച് വന്നതാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഉണ്ടല്ലോ, മുമ്പ് 5% കാണിച്ചില്ല, ഞാൻ പേരിന് കാണിച്ചത് 5% പോലും ഇല്ലായിരുന്നു. ഇപ്പം ഏകദേശം അത് 12%, അതായത് 10 to 15% ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നിട്ടുണ്ട്. ആൻഡ് ടു ക്രാക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ഇസ് നോട്ട് ഈസി. അത് ഭയങ്കര പാടാണ്. ഓൾസോ രണ്ടാമത്തെ മേജർ ചേഞ്ച് ആണ് AE പേപ്പേഴ്സിൽ ന്യൂമറിക്കൽസ് ഒരുപാട് വരാൻ തുടങ്ങി. അതുകൊണ്ട് പണ്ട് 1.25 മണിക്കൂറായിരുന്നു എക്സാം, ഇപ്പൊ അത് 1.5 മണിക്കൂറാക്കി, 90 മിനിറ്റ്സ് ആക്കി. മുമ്പേ 75 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു റിക്വസ്റ്റ് കൊണ്ട്, കാരണം ന്യൂമറിക്കൽ ചെയ്തിട്ട് തീരുന്നില്ല, സമയം വേണം. അതുകൊണ്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തു ടൈം. അപ്പൊ ന്യൂമറിക്കൽ കൂടിയപ്പോ എന്ത് പറ്റി, സാധാരണ പഠിച്ച ആൾക്കൊന്നും ന്യൂമറിക്കൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല കൺസെപ്റ്റ് പഠിക്കണം. ചിലപ്പോൾ ചിലതൊക്കെ ഡയറക്റ്റ് ഫോമുല ബേസ് ചെയ്തിട്ട് പോകാം, എന്നാലും ചിലതൊക്കെ അത്യാവശ്യം നല്ലപോലെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് രണ്ടും കൂടെ വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നോക്കി, 34 + 12 ഞാനിവിടെ എഴുതാം, ഏകദേശം 46 to 50% ആര് വന്നു, സ്റ്റേറ്റ്മെന്റ് ലെവൽ പ്ലസ് ന്യൂമറിക്കൽ. ബാക്കി 50% തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞ എന്തോ പ്രശ്നം അറിയോ, നിങ്ങൾ PYQ റെഫർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു 35 മുതൽ 40 മാർക്ക് കിട്ടും. നോക്കി, 100 മാർക്കിൽ നോക്കിയോണം, 100 മാർക്സിൽ ഏകദേശം PYQ എന്ന് പറയുന്നത് അതിന്റെ ഷെയർ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. 35 to 40 മാർക്സേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എയ്ക്ക്. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് കഴിഞ്ഞ എയ്ക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 35 to 40 അല്ലെങ്കിൽ 45 to 50 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം PYQ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല കേട്ടോ. ഹാർബർ എയുടെ കാര്യമല്ല പറയുന്നത്, പൊതുവെ ഏത് A ആണെങ്കിലും ജോലി കിട്ടത്തില്ല. നോക്കൂ, യു വിൽ നോട്ട് ഗെറ്റ് എ ജോബ്. അവിടെയാണ് ഒരു ടോപ്പ് റാങ്ക് ഹോൾഡറും അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ഒരാളും ജോലി കിട്ടാതെ പഠിക്കുന്ന ഒരാൾക്കും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. ഈ ഒരൊറ്റ നമ്പറിൽ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം സയന്റിഫിക് പ്രൂഫുകളാണ്. കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക എന്താണ് നിങ്ങൾ തെറ്റിയെന്നുള്ളത്.
അപ്പം ആദ്യത്തെ 35-40 മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും പറ്റും. എന്ത് ചെയ്താൽ മതി? PYക്ക് മാത്രം പഠിച്ചാൽ മതി. ഇതുപോലൊരു സ്ട്രക്ചർഡ് കോഴ്സ് ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചാൽ മതി. കുറച്ച് PYക്കും എല്ലാത്തിനും നല്ലപോലെ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് 45 മാർക്ക് കിട്ടും, ഉറപ്പാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ജോലി തരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ എന്റെ സത്യം. അപ്പൊ ഒരുപാട് പേര് പറയും, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചോട്ടോ, ചുമ്മാതാ, PSC ഒക്കെ ചുമ്മാതാ, കിട്ടത്തില്ല. എന്തുകൊണ്ടാ കിട്ടാത്തെ? ഇത് അവർക്ക് 45 മാർക്കേ ഉള്ളൂ, 50 മാർക്കേ ഉള്ളൂ, അത് പോരെന്നേ, അത് പോരാ. എടാ അത്രയും വേക്കൻസി ഉണ്ടോ ഇപ്പോ? അത്ര വേക്കൻസി ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, വളരെ കുറച്ച് വേക്കൻസികളേ ഉള്ളൂ. ഈ ചില അക്കാഡമികൾ പരസ്യം ഇടുന്ന കാണാം, ഒരുപാട് വേക്കൻസി ഉണ്ട്, വന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ. ചുമ്മാ പറയുന്നതാ, കള്ളത്തരം. ജസ്റ്റ് അവർ അഡ്മിഷൻ തയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കള്ളങ്ങളാണ്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. വേക്കൻസി അങ്ങനെ വാരിക്കോരിയൊന്നും ഇല്ല. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പല ആൾക്കാരും ചുമ്മാ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വീഴരുത്. 4500 വേക്കൻസി ഉണ്ട്, അത്രയും ഉണ്ട്, 3 വർഷം കൊണ്ട് ഒരുപാട് അങ്ങനെ ഒന്നും ഇല്ല. അത് ചുമ്മാ ബ്ലഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഹോപ്പ് കൊടുക്കാതിരിക്കുക ആൾക്കാർക്ക്. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഒരുപാട് വേക്കൻസി ഇല്ല, എസ്പെഷ്യലി നമ്മളെ പോലെ ടെക്നിക്കൽ ഫീൽഡ്. ഇപ്പൊ കേരള ജനറൽ PSC ആണെങ്കിൽ പിന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ജനറൽ PSC എഴുതുന്ന ആൾക്കാരുടെ എണ്ണം 6 ലക്ഷം മുതൽ 10 ലക്ഷം പേരാണ് എഴുതുന്നത്. അങ്ങനെയാണ് അവർക്കുണ്ട് അതുപോലെ വേക്കൻസി, 5000-6000 വേക്കൻസി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ എക്സാം എഴുതുന്ന ആ കൂടെ 30,000 തൊട്ട് 40,000 പേര് എഴുതുന്നുള്ളൂ തന്നെ. എക്സാം എഴുതുന്ന അത്ര പേരേ ഉള്ളൂ. അപ്പൊ എങ്ങനെ 4500 വേക്കൻസി വരും? അപ്പൊ മനസ്സിലാക്കുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക. നമ്മൾക്ക് ഒരുപാട് വേക്കൻസി ഇല്ല, അതുകൊണ്ട് തന്നെ ടോപ്പ് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു നമ്പർ 35 to 40 മാർക്സ് കിട്ടിയാലൊന്നും ജോലി കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വളരെ സ്ട്രെസ് ചെയ്തിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ 40 മാർക്സ് വാങ്ങിച്ചുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. നിങ്ങൾ ഇത് എപ്പോഴാണോ ആ 40യിൽ നിന്ന് ആദ്യത്തെ 35 to 40 ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, PYക്ക് നല്ലപോലെ അങ്ങ് ചെയ്താൽ മതി എന്നേ, വലിയ പാടൊന്നുമില്ല. അത് ചെയ്യാനും കുറച്ച് സ്ട്രെസ് ഉണ്ട്, PYക്ക് ഇരുന്ന് ചെയ്യണ്ടേ, അതും പാട് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാം, കമ്പാരിറ്റീവ്ലി ഇറ്റ് ഇസ് ഈസി. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്ലസ് വീണ്ടും ഒരു 30-35 മാർക്സ് സ്കോർ ചെയ്യാനാണ് ഭയങ്കര പാടാ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ 45 കഴിഞ്ഞിട്ട് ഒരു 65-70 ആക്കാൻ നല്ല പാടാ. അത് അങ്ങനെ കിട്ടത്തില്ല. കാരണം എന്താ അറിയോ, അത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനമാണ്, ന്യൂമറിക്കൽസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ. അത് ഈസി ആയിട്ടൊന്നും അടിക്കാൻ പറ്റത്തില്ല. അത് അത്രത്തോളം കൺസെപ്റ്റ് ആയിട്ട് നല്ലപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആക്കേ, അല്ലെങ്കിൽ ഒരു ഗേറ്റ് ESC ലെവലിൽ പഠിക്കുന്ന ഒരാക്കേ കിട്ടത്തുള്ളൂ. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഐ ഹോപ്പ് റിപ്പീറ്റേഴ്സിന് അത് കൃത്യമായിട്ട് മനസ്സിലായി കാണും. ഓൾറെഡി പഠിച്ചവർക്ക്, ആദ്യമായിട്ട് പഠിക്കുന്നവർ ആണ്ടേ, യു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. ഈ വെറുതെ 35 to 40 മാർക്ക് വാങ്ങിക്കാനല്ല നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. നമ്മുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 65 to 70 സ്കോർ ചെയ്യാന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഒരു സീരിയസ്നെസ് വേണം. എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിന്റെ സീരിയസ് നിങ്ങൾ പറഞ്ഞത്. ഇറ്റ് ഇസ് നോട്ട് ഈസി ആക്ച്വലി. അപ്പൊ ഇത് കൃത്യമായിട്ട് ആരാണോ ചെയ്യുന്നത്, നിങ്ങളൊരു 65-70 മാർക്ക് സ്കോർ ചെയ്താൽ ഉറപ്പിച്ചോ 1.5 വർഷം കൊണ്ട് അഡ്വൈസ് നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കും. നമ്മളെല്ലാവരുടെ ഫ്രണ്ട്സിന് കിട്ടിയല്ലേ? ഞങ്ങളൊക്കെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് പഠിച്ചാൽ കിട്ടും. അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന പോലെ PSC വെറുതെയാണ് കേട്ടോ, ചുമ്മാ വർക്ക്, ഇതൊക്കെ വെറുതെ ആക്കിയിട്ട്, അങ്ങനൊന്നും അല്ല. ഞങ്ങളൊക്കെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കൊന്നും ഒരു ഫിനാൻഷ്യൽ ഇതും ഇല്ല. ഞങ്ങളൊക്കെ വെറും സാധാരണ വീട്. കാരണം ഞങ്ങൾക്ക് ആ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ജോലി കിട്ടിയത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഈ പുറത്ത് പറയുന്ന പോലെ അല്ല. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഇത്രയും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ജോലി കിട്ടിയിരിക്കും. അഡ്വൈസ് വീട്ടിൽ എത്തിയിരിക്കും. അതിന് അഡ്വൈസ് വീട്ടിൽ എത്തുന്ന വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞത് ഇതൊക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞത് ഈ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന പിള്ളേർക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗുകൾ ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ സത്യമാണ്, ഇനിയും പറയും ഞാൻ. വീട്ടിൽ അഡ്വൈസ് കിട്ടുന്നവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് 2 വർഷം എടുക്കും, 2.5 വർഷം എടുക്കും. ചിലരുടെ കേസിൽ ഭാഗ്യം കൊണ്ട് 1 വർഷം കൊണ്ട് തന്നെ അത് സെറ്റ് ആവും. അതുപോലൊരു ഭാഗ്യത്തിന്റെ വർഷമാണ് ഇപ്പൊ വരാൻ പോകുന്നത്, 2025. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. കാരണം ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ലെങ്കിൽ വെറുതെ ആയി പോകും. 2025 എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ഇയർ ആണ് നശിച്ചു പോകാൻ പോകുന്നത്. നിങ്ങൾ അത് വിടരുത്. ഇപ്പോഴേ പഠിച്ച് 2025 തന്നെ ഇതുപോലൊരു ടോപ്പ് റാങ്ക് ഹോൾഡർ ആയി നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾക്ക് ഇത് വായിച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു ഏകദേശം 100, ഒരു സ്റ്റാൻഡേർഡ് A പേപ്പറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു 45 to 55 മാർക്സ് ഈസി ആയിരിക്കും.
അതുകൊണ്ട് 55 ക്വസ്റ്റ്യൻ വരെ ഈസി ആവുന്നതുകൊണ്ടാ അത്യാവശ്യം PYQ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു 45 മാർക്ക് കിട്ടുന്നത് ബൈ ഡിഫോൾട്ട്. എന്നാൽ അത് കിട്ടിയോണ്ട് ഒരിക്കലും ജോലി കിട്ടത്തില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിന്റെ റീസൺ അടുത്ത് വരുന്നത് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു സാധാരണ ഒരു റാങ്ക് ലിസ്റ്റ് കയറുന്ന ഒരാളും ടോപ്പ് റാങ്ക് ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസം. ഒരു 15 മുതൽ 35 ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്. ഇതാരാണോ ക്രാക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും ജോലി കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈസി വേണം, ഉറപ്പായിട്ടും വേണം, അതാണ് നമ്മുടെ ബാക്ക് ബോൺ. അതിനോടൊപ്പം ഇതാരാണോ ക്രാക്ക് ചെയ്യുന്നത് അവർക്ക് ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻ ഇച്ചിരി പാടാ. പേര് മോഡറേറ്റ് എന്നാ കൊടുത്തത്. കാരണം എന്താ അറിയോ, പാടാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ഉണ്ടല്ലോ, അതൊരു 10 മുതൽ 20 ക്വസ്റ്റ്യനാണ് വരുന്നത്. 10 to 20 ഡിഫിക്കൽട്ട്. അത് നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റത്തില്ല. അതാ ഭയങ്കര പാടാണ്. അപ്പൊ അത് നിങ്ങൾ വിട്ടേക്ക്. 10 to 20 പോയ എത്ര വരും? 20 പോയാൽ എത്ര വരും? ബാക്കി 80 ഉണ്ടല്ലോ. 80 മതി തന്നെ. 80 തന്നെ കൂടുതലാ. ഒരു പേപ്പറിന് 80 സ്കോർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മാർക്ക്. അത് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഹാർഡ് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. യു ജസ്റ്റ് ലീവ് ഇറ്റ്, സ്കിപ്പ് ഇറ്റ്. എത്ര ഇനി ഞാൻ പോയി എഴുതിയാൽ പോലും എനിക്ക് 80 കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. അത് തൊടാൻ പോലും ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാ, എത്ര പഠിച്ചാലും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഈസി മോഡറേറ്റ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഈസി മോഡറേറ്റും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാന എയിം. അപ്പൊ ആ മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആരാണോ ക്രാക്ക് ചെയ്യുന്നത് അവരാണ് സാധാരണ ഒരു ലിസ്റ്റിൽ കയറുന്നതും ഒരു ടോപ്പ് റാങ്ക് കൂടെ തമ്മിലുള്ള വ്യത്യാസം. ഈ മോഡറേറ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ മനസ്സിലായി കാണും. മോഡറേറ്റ് ക്വസ്റ്റ്യൻ തീരുമാനിക്കുന്ന ആരാ? ന്യൂമറിക്കൽസും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. ബാക്കി ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ PYQ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ 45 മാർക്ക് കിട്ടും. ഉറപ്പാണ്. അതിനൊരു കോച്ചിങ്ങിന്റെയോ ഇങ്ങനെ വെബിനാറിന്റെ കാര്യം പോലും ഇല്ല. നിങ്ങൾ ജസ്റ്റ് PYQ ബുക്ക് വാങ്ങിക്കുക, ചെയ്യുക. പക്ഷെ അതുകൊണ്ട് ജോലി കിട്ടത്തില്ല. അതാണ് പ്രശ്നം. അത് പലർക്കും അറിഞ്ഞൂടാ. അവര് വിചാരിക്കും എന്തുവാ, വലിയ ബുക്കുകൾ വാങ്ങിച്ചാൽ അങ്ങ് ചെയ്യുമ്പോൾ അവർ പറയും ഞാൻ ഇത്രയും വർക്ക് ചെയ്തു കേട്ടോ, ചുമ്മാതാ, PSC ഒന്നും കിട്ടത്തില്ല. ഇതാണ് പ്രശ്നം. ഈ അവയർനെസ് ഇല്ല, ആൾക്കാർക്ക് ബോധമില്ല എന്തുവാണ് ഇവിടെ നടക്കുന്നതെന്നോ, ചുറ്റും എന്താണ് നടക്കുക, എത്ര പിള്ളേർ എങ്ങനെയൊക്കെ പഠിക്കുന്നതെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. വെറുതെ അങ്ങ് പഠിച്ചിട്ട് പറയും അവിടെ ഇതൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ ഇത്രയും ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അത്ര പേരെ ഞാൻ ഏകദേശം ഒരു 30-35 സ്റ്റുഡൻസിനെ ഞാൻ മെന്റർ ചെയ്തിട്ടുള്ള അത്ര ആൾക്കാരുടെ എനിക്ക് എക്സ്പീരിയൻസ് അറിയാം. ഈ ടോപ്പ് റാങ്കേഴ്സ് ഉള്ള എന്റെ ഫ്രണ്ട്സ് ആണ്, പേഴ്സണൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് അവരുടെ ലൈഫും അവരെങ്ങനെയാണ് പഠിച്ചത് അപ്പൊ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ട്. എനിക്ക് അത്രയും കോൺഫിഡൻസിലോടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നോളജ് നിങ്ങൾ ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാരെല്ലാം വളരെ സാധാരണ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചുരുക്കി പറഞ്ഞു, നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, ഇത്രയും നമ്മൾ പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ അല്ലാണ്ട് ഫൈനലി ടു ഗെറ്റ് എ ജോബ്, നിങ്ങൾക്ക് ആ ജോബ് എന്ന് പറഞ്ഞ റിയാലിറ്റി കിട്ടണമെങ്കിൽ യു ഹാവ് ടു ക്രാക്ക് ബോത്ത് ഈസി ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്. ഇത്രേ ഉള്ളൂ, ടു കീപ് ഇറ്റ് സിമ്പിൾ. പക്ഷെ ആ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് അടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അത് അത്രത്തോളം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും വർക്ക്ഔട്ട് ചെയ്ത ആൾക്കാർക്കേ അത് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ബേസിക് ആയിട്ട് ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ഇവിടെ ഓഫ്ലൈൻ പഠിക്കുന്ന ഒരാളാണെങ്കിലും ഓൺലൈൻ പഠിക്കുന്ന ഒരാളാണെങ്കിലും സെൽഫായിട്ട് എങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഈ 4 സ്റ്റെപ്പ് തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ സർവേ ആണെങ്കിലും ഞാനിപ്പോ ഇവിടെ എല്ലാ സിലബസ് കാണിച്ചിട്ടുണ്ട്, എല്ലാം വായിക്കുന്നൊന്നുമില്ല. ഏതൊരു ഇപ്പൊ വാട്ടർ സപ്ലൈ എടുക്കാം, എൻവയോൺമെന്റ് എഞ്ചിനീയർ, വാട്ടർ സപ്ലൈ, വാട്ടർ ഡിമാൻഡ് ഉണ്ട്, സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ട്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഓരോ ചാപ്റ്ററിനെയും നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക് വൈസ് ആയിട്ട് തിരിക്കും. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ ടോപ്പിക്കും നല്ലപോലെ പഠിച്ചിട്ട് അതിന് കറസ്പോണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഇത് ഫസ്റ്റ് സ്റ്റേജ്. രീതിയിൽ ഇതിന് നല്ല ടൈം, ഏകദേശം 6 തൊട്ട് 8 മാസം എടുക്കും. 6 to 8 months. ഇതാണ് ഫസ്റ്റ് ലേണിംഗ്, ഫസ്റ്റ് സ്റ്റേജ്. എല്ലാ സബ്ജക്റ്റിനെയും ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ച് ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. അതിന് 6 തൊട്ട് 8 മാസം വരെ സമയം എടുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്. പലപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കും, ഞങ്ങൾ തന്നെ ഫാക്കൽറ്റീസ് ചെയ്യിപ്പിക്കും. ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിന് വേണ്ടി ഞങ്ങൾ PDF തരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ഈസി മോഡറേറ്റ് ഹാർഡ്
ഒരുപാട് ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലുമൊക്കെ ബുക്സ് വാങ്ങിച്ചിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും എല്ലാവരും, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലെ ഈ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക്, അവരല്ലാത്ത ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ് ഒരു 90 to 95% ആൾക്കാരും ചെയ്യും. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അവർ, ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി വരുന്നൊരു പ്രശ്നം എന്താ പറയുക, അവരാരും കൃത്യമായിട്ട് റിവൈസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ റിവിഷൻ ചെയ്തിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യത്തില്ല. അവർ ആ 2ാമത്തെ സ്റ്റേജ് അങ്ങ് സ്റ്റക്കായി പോകും. അതാ പ്രശ്നം. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഉണ്ടല്ലോ, റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത്രയും നാൾ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത്രയും സമയം കൊണ്ട് അത് പഠിക്കുന്നത് 6 to 8 മാസം. അത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ബിടെക് എന്ന് പറഞ്ഞാൽ 3 to 4 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന 6 to 8 മാസം കൊണ്ട് പഠിക്കുന്നത്. അപ്പൊ അത് തന്നെ സത്യം പറഞ്ഞ ഒരു ക്രാഷ് കോഴ്സാ അല്ലേ? നമ്മൾ 3 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, അതായത് തേർഡ് സെമസ്റ്റർ തൊട്ട് ഫൈനൽ സെം വരെ പഠിക്കുന്ന സബ്ജക്ട്സുകൾ ക്രാഷ് ചെയ്തിട്ടാണ് 6 to 8. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നമ്മുടെ മനസ്സിന് നമ്മൾ പെട്ടെന്ന് പഠിക്കുമ്പോൾ ഇത് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുറവാണ് എല്ലാവരുടെ ബ്രെയിൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താലേ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ 8 എഫേർട്ട് ഉണ്ടല്ലോ അങ്ങ് ബാക്ക് ടു 0 ആവും. ഇവിടെ ഈ 3ാമത്തെ സ്റ്റേജിലാണ് പലർക്കും പ്രശ്നം പറ്റുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, നിങ്ങളൊരു 2nd or 3rd റിവിഷൻ, നിങ്ങൾ 3rd റിവിഷൻ എത്തിയുണ്ടല്ലോ, ഉറപ്പിച്ചോ നിങ്ങൾ ടോപ്പ് റാങ്ക് ഹോൾഡർ ആവും. അതിന് ഒരു ഡൗട്ടും ഇല്ല. 3rd റിവിഷൻ. പക്ഷെ അത് എത്തണമെങ്കിൽ അത്രയും സമയം വേണം നമുക്ക്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നാളെ പഠിക്കാൻ തുടങ്ങിയാലും, ഞാൻ പറയുക, നാളെ പഠിക്കാൻ തുടങ്ങിയാലും ഒരു 1st റിവിഷൻ, ഒരു 2nd റിവിഷൻ വരെ നിങ്ങൾ എത്തത്തുള്ളൂ. അപ്പൊ ഏറ്റവും പെട്ടെന്ന്, നിങ്ങൾ പഠിക്കാത്ത ഒരാളാണെങ്കിൽ, ഇതുവരെ പഠിക്കുക ബിഗിനർ ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ദിവസം പോലും പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് റിയാലിറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ റിവിഷൻ ഉണ്ട്. അത് എക്സാമിന്റെ 1 മാസം മുമ്പ്, വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഫൈനൽ മന്ത്. ആ മാസം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളത്തെ എഫേർട്ട് വരുന്നൊരു മാസം. അപ്പൊ ഒബ്വിയസ്ലി ടെൻഷൻ വരും ആ മാസം. എക്സാം മന്ത് നല്ല അത്യാവശ്യം വർക്ക് ചെയ്ത ആൾക്കാർക്ക് ടെൻഷൻ വരും. അപ്പൊ ആ മാസം പുതിയ കാര്യങ്ങളൊന്നും പഠിച്ചാലും വലിയ രീതിയിൽ തലേ കയറത്തില്ല, ടെൻഷൻ കാരണം. അപ്പൊ ആ മാസം എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടാണ് ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ ഒന്നും കൂടെ റിവൈസ്. അപ്പോഴാണ് 3rd റിവിഷൻ വരുന്നത്. എല്ലാം കൂടെ റിവൈസ് ചെയ്ത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് 100 ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ തന്നെ അത് കണ്ടക്ട് ചെയ്യും. അത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ 4 സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് തന്നെ കിട്ടിയിരിക്കും. ഞാൻ ആദ്യമേ ഇന്ന് വെബിനാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ പിള്ളേരുടെ ടോപ്പ് റാങ്കേഴ്സിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ്, അവരെ പേഴ്സണലി മെന്റർ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു, പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഈസി ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്നവർക്ക് ജോലി കിട്ടത്തുള്ളൂ. 2, ഈ പറഞ്ഞില്ല, ഈ 4 സ്റ്റെപ്പ് ആരാണോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അവർക്കേ ജോലി കിട്ടത്തുള്ളൂ. ഇതാണ് സത്യം. ആൻഡ് ഡൂയിങ് ഇറ്റ് ഇസ് നോട്ട് ഈസി. അത്രത്തോളം ഡെഡിക്കേഷൻ ആയിട്ട്, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇപ്പൊ നമ്മുടെ ഇവിടെ ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ കോഴ്സുകളുണ്ട്. നിങ്ങൾ ഓൺലൈൻ കോഴ്സ് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ പലപ്പോഴും പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ വരുന്നത് എന്താ പറയുക, ഏത് കോഴ്സ് എടുക്കണം? അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ബിഗിനേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ റിപ്പീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പൈസ ആവാൻ പാടില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഡെലിവേർഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഞങ്ങൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ബൈഫർക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതിനകത്ത് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഞങ്ങളുടെ ഏറ്റവും ബിഗസ്റ്റ് കോഴ്സ്, അതായത് ഞങ്ങളുടെ ആസ് അമേസ് അക്കാഡമി നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഴ്സാണ് ഈ പറഞ്ഞ എയുടെ ഡയമണ്ട് ബാച്ചിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവ്, ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ ലൈവ്, ഇവിടെ ഞാൻ ഇപ്പൊ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുവാണ്. ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്റെ ഫ്രണ്ടിൽ ഒരുപാട് കസേരകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാം, ഓഫ്ലൈനായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇതേ ക്ലാസ് ആണ് ഇതുപോലെ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പോലെ ഓൺലൈനായിട്ടും പഠിക്കാം. അപ്പൊ അങ്ങനെ ലൈവ്, പിന്നെ സ്റ്റുഡിയോ റെക്കോർഡ് ഇടും. അതായത് കംപ്ലീറ്റ് പാക്കേജ് ആക്ച്വലി 30,000 റുപ്പീസ് ആയിരുന്നു അതിന്റെ കോഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് 25,000 കൊടുക്കുന്നുണ്ട്. ഏറ്റവും മികച്ച കോഴ്സുകൾ, അതായത് ഈ പറഞ്ഞ പോലെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും എല്ലാം ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് കവേർഡ് ആയിരിക്കും. ഇനി അത് നിങ്ങൾക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, നിങ്ങൾ വരുന്ന LSTD AE എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഡയമണ്ട് കോഴ്സ് ലൈവ് ഇല്ലാത്ത റെക്കോർഡ് ക്ലാസ് ഞങ്ങളിപ്പോൾ 15,000 കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്.
അപ്പൊ നിങ്ങൾക്ക് പക്ക ഓക്കെ, നിങ്ങൾ LSTD-AEക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിൽ നിന്ന് ഫുൾ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കെൻഡ് ടെസ്റ്റുകൾ നടത്തും, ഒരു മെന്റർ കാണും, കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഓക്കെ, ഇനി ഇത് രണ്ടും ആക്ച്വലി ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് റിപ്പീറ്റേഴ്സിന് ഇത്രയും തിയറിയുടെ ആവശ്യമില്ലല്ലോ. അവർക്ക് എന്തോ വേണ്ടേ, അവർക്ക് ബേസിക്കലി തിയറി ഒന്ന് ഓടിച്ച് നോക്കണം, പ്ലസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സിന്റെ പേരാണ് LSTD-AE പ്രീമിയം കോഴ്സ്. പ്രീമിയത്തിന് 10,000 ആണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. പണ്ട് 20,000 രൂപയുടെ കോഴ്സ് ആയിരുന്നു. 50% റിഡക്ഷനിൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, 10,000 റുപ്പീസിന് മാത്രം നിങ്ങൾക്ക് ഇത്രയും കണ്ടന്റ്, അതായത് എല്ലാം ഉണ്ട് കേട്ടോ, ഫുൾ തിയറി ഉണ്ട്, എല്ലാ തിയറിയുടെ, അതായത് എല്ലാ പേപ്പേഴ്സിന്റെയും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഉണ്ട്. അതായത് ഫാക്കൽറ്റി തന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന്. അതിന് LTQ, ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ ആ കോഴ്സിന്റെ പേര്. അപ്പൊ ആ കോഴ്സ് ഇതിനോടൊപ്പം കിട്ടുന്നതായിരിക്കും. LSTD-AE പ്രീമിയം കോഴ്സ്. നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻസിനൊക്കെ ഇത് അൾട്ടിമേറ്റ് ഇത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ബൈ ഡിഫോൾട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര ബെനിഫിറ്റ്, ഓഫ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ ഇതും കിട്ടും അവർക്ക്. അപ്പം അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അത്രയും നിങ്ങൾ ചെയ്താൽ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. അതിനോടൊപ്പം എനിക്ക് പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഇപ്പൊ കോർപ്പിന് പ്രധാന കോഴ്സ് സബ്ജക്റ്റ് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഡയമണ്ട് ബാച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് ഇവിടുത്തെ ലൈബ്രറി, ഇവിടുത്തെ സ്റ്റഡി സർക്കിളൊക്കെ ഇരുന്ന് പഠിക്കാം. ഒരു 1-to-1 മെന്റർഷിപ്പ് കിട്ടും, ഡയറക്റ്റ് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് കിട്ടും. വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ വീക്ക്ലി ആൻഡ് മന്ത്ലി ടെസ്റ്റ്. ഏത് എക്സാം വന്നാലും, നിങ്ങളിപ്പോൾ ഡയമണ്ട് ബാച്ചിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും, ഇപ്പൊ ഗ്രേഡ് 2ന്റെ നടന്നുകൊണ്ടിരിക്കുക, RRBGയുടെ വീക്കെൻഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ ഏത് എക്സാം വന്നാലും കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും ടെസ്റ്റ് നടത്തി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഷെഡ്യൂളിനെ പറ്റിയോ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ ജസ്റ്റ് ഫാക്കൽറ്റി എന്താണ് പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് ഫോളോ ദാറ്റ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ടൈം ടേബിളും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് സെഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂമറിക്കൽസ്, ഞാൻ പറഞ്ഞു ന്യൂമറിക്കൽസ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ, തിയറി ക്വസ്റ്റൻസ്, അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് സെഷൻസിന്റെ നോട്ട്സും PDFs നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോനൊപ്പം. അത് വെറുതെ ഒരു നോട്ട്, ഒരു PDF ഷെയർ ചെയ്യുന്നതല്ല. ആ PDFനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് വേറൊരു ഫാക്കൽറ്റി എന്ത് ചെയ്യും, അതിന്റെ ഒരു വീഡിയോ സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് സൊല്യൂഷൻ മാത്രം നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ട് പഠിക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹൈലൈറ്റ്, നമ്മുടെ കോച്ചിങ് മെറ്റീരിയൽ, ഇത്രയും നാളത്തെ നമ്മുടെ എക്സ്പെർട്ടൈസ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോട്ട്സ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കോഴ്സ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 2,800 റുപ്പീസ് ഉണ്ടെങ്കിൽ 2,800 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇത് അയച്ചു തരുന്നതായിരിക്കും. ഫുൾ തിയറി, 3 ബുക്ക്, 3 വോളിയം, പ്ലസ് ഇപ്പൊ പുതിയൊരു ബുക്ക് ഇറങ്ങണം, നമ്മുടെ MCQ ബുക്ക്. MCQ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷനൽ ആയിട്ട് ഇവിടെ കേരള PSൽ മാത്രം ചോദിച്ച PYQ പഠിച്ചാൽ പോരേനെ, കുറച്ചുകൂടെ പുറത്തുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പുറത്ത് ചോദിച്ചിട്ടുള്ള PYQs എല്ലാം കൂടെ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അവർ ഭയങ്കര ഫേമസ് ആണ്, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അവരുടെ സഹായത്തോടെ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത അവരുടെ കണ്ടന്റ് ഉള്ള ഒരു ബുക്കാണ് നമ്മുടെ MCQ ബുക്ക്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ കോച്ചിങ് മെറ്റീരിയലായിട്ട് ഇപ്പൊ ഇവിടെ വരുന്ന ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് 2,800 രൂപയ്ക്ക് ഇത് അല്ലാണ്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞ ഫുൾ നോട്ട്സ് ഇതിനകത്തുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ കോഴ്സ് എടുക്കുന്നവരാണെങ്കിൽ ഇതും പഠിപ്പിക്കും. അതിപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ പിള്ളേർക്ക് അറിയാം, ഓഫ്ലൈൻ ഓൺലൈൻ പിള്ളേർക്ക് അറിയാം. ഇതിനോടൊപ്പം ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ബേസ് നോട്ട്സ് ഫുള്ള് സെറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ ഇവിടെ വരുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഡയമണ്ട് ബാച്ച് എടുക്കുന്ന പിള്ളേർക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം ഒരുപാട് ഞാൻ തന്നെ ഒരുപാട് എക്സ്ട്രാ ESC ലെവൽ പോയിന്റ്സ് ഞാൻ ക്ലാസ്സിൽ ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലൈബ്രറി ഫെസിലിറ്റി, സ്റ്റഡി സർക്കിൾ, തീർച്ചയായിട്ടും ഡയമണ്ട് ബാച്ച് എടുക്കുന്നവർക്കും ഓഫ്ലൈനിൽ വരുന്നവർക്കും ഇവിടെ വന്നിരുന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊപ്പം വരുന്ന പഠിക്കാനുള്ള ഫെസിലിറ്റി ബോത്ത് ട്രിവാൻഡ്രം സെന്ററിലും ഉണ്ട്, കൊല്ലം സെന്ററിലും ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും ബിസി ആയിരിക്കും, പക്ഷെ വൈകുന്നേരങ്ങളിൽ ഞാൻ ഫ്രീ ആവുമ്പോൾ അങ്ങോട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ യു ക്യാൻ കോൾ മീ 8281741894. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. ഞാൻ ബിസി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിസ് കോൾ അടിച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി. വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും നമ്പറും ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രാവലിംഗ് ആണ്, കൊല്ലം ട്രിവാൻഡ്രം. വൈകുന്നേരം വരെയൊക്കെ ഞാൻ എപ്പോഴും ബിസിയാണ്, ക്ലാസ്സിലായിരിക്കും. എനിക്ക് ആ സമയത്ത് ഫോൺ എടുക്കാനോ സംസാരിക്കാനൊന്നും പറ്റത്തില്ല സമാധാനത്തോടെ. അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടാൽ ഞാൻ ഒരു 2 ദിവസം സമയം തന്നാൽ മതി, ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം.
ഓക്കെ, അല്ലെങ്കിൽ മിസ് കോൾ 2 വട്ടം, 1 വട്ടം മിസ് കോൾ ഇട്ടാൽ പറ്റത്തില്ല. കാരണം എന്നെ ഒരു എത്രയോ പേര് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കാണാൻ പോലും, ഈവൻ മെസ്സേജ് പോലും ചിലപ്പോൾ ഞാൻ കണ്ടു വരത്തില്ല. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തില്ല, 2 ദിവസം റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു ഹായ് ഒന്നും കൂടി ഇടുക. അപ്പൊ ഞാനത് തന്നെ, കാരണം അത്രയും ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ നമ്പർ തരുന്നേ ഉള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി നിങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പിള്ളേർക്ക്, എൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനാണ് ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഓഫ്ലൈനിൽ നമ്മുടെ ഡയമണ്ട് ബാച്ച്, കാരണം എല്ലാവരെയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മാക്സിമം നമ്മുടെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഡയമണ്ട് ബാച്ച് ജോയിൻ ചെയ്യുക. എനിക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് പിള്ളേരുണ്ടല്ലോ, നമുക്ക് എല്ലാവരോടും ഞാൻ ഒരാൾക്ക് എനിക്ക് പറ്റത്തില്ല, നമ്മൾ വേറെ മെന്റേഴ്സിനെ ആയിരിക്കും വെക്കുന്നത്. പക്ഷെ ഡയമണ്ട് ബാച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഓഫ്ലൈനിൽ വന്നാൽ എനിക്ക് നേരിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ഫുൾ എഫേർട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, കാരണം ഞാൻ എന്തായാലും ഇതിനു വേണ്ടി നിൽക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ എല്ലാം ബാക്കി കമ്മിറ്റ്മെന്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക. എനിക്ക് വേറെ ഇതൊന്നും, എന്റെ ഡ്രീം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോബിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ കൊണ്ട് ഞാനൊരു സാധാരണ ആളാണ്, ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം, എന്റെ എക്സ്പെർട്ടൈസും പിന്നെ എന്റെ കണക്ഷൻസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ഓഫീസിലും എന്റെ കണക്ഷൻസ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സും എന്റെ സ്റ്റുഡൻസും ആയിരിക്കുന്നത് 10 years ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ 15 years ഡൗൺ ദ ലൈൻ എല്ലാ ഹയസ്റ്റ് പോസ്റ്റിലും എന്റെ സ്റ്റുഡൻസും എന്റെ ഫ്രണ്ട്സും ആയിരിക്കും. അപ്പൊ അത്ര നമുക്ക് ഉണ്ട്, ആൾക്കാരുണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾ കൂടെ നിൽക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. നിങ്ങളുടെ ഡ്രീം പെട്ടെന്ന് തന്നെ ഡ്രീമിലോട്ട് എത്താൻ പറ്റട്ടെ. കൂടെ ഞങ്ങളും ഉണ്ടാവും, തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. അമേസ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ദിസ് ഇസ് അനൂപ് രാജ് സൈനിങ് ഓഫ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.